കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ എന്നെ വിളിച്ചു. ഹലോ, ഇങ്ങനെയാണ് ആദ്യത്തെ വിളി. ഞാൻ പറഞ്ഞു, ആരാ? പ്രമോദ. ഞാൻ പറഞ്ഞു, ഏത് പ്രമോദ്? ദുബൈയിലെ പാസ്റ്ററുടെ മോൻ പ്രമോദ. മക്കൾ എന്തിനാ കരയുന്നത്? പാസ്റ്ററെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചെന്തു പറ്റി മക്കളെ? പാസ്റ്റർ, ഞങ്ങളുടെ സഭയിൽ വന്നിട്ടുണ്ട്, എന്നെ അറിയാം, പാസ്റ്ററിന്റെ തലയിൽ കൈവച്ച് ദൂതൊക്കെ പറഞ്ഞതാ. മക്കൾ കാര്യം എന്നാന്ന് പറ. ഞാൻ എല്ലാ വിഷയത്തിലും തോറ്റു പാസ്റ്ററെ. ഞാൻ ചോദിച്ചു, പപ്പായെ വിളിച്ചു പറഞ്ഞു? ഇല്ല, പപ്പായോട് ഞാൻ പറയത്തില്ല. മക്കൾക്ക് അടുത്ത എക്സാമിനേഷന് ജയിക്കണോ? ജയിക്കണം, ജയിക്കണം, ജയിക്കണം. പാസ്റ്റർ പ്രാർത്ഥിക്കണം. മോനെ, ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രം നീ ജയിക്കത്തില്ല, ഉറുമാല് മാറണം. ഞാൻ ചോദിച്ചു, മോന് ടച്ച് ഫോൺ ഉണ്ടോ? ഉണ്ട്. ടച്ച് ഫോൺ വന്നതിന് ശേഷം ടച്ച് കൂടിയിട്ടുണ്ട്. ആമേൻ. ഞാൻ വീണ്ടും ചോദിച്ചു, മോന് ജയിക്കണോ പ്രമോദേ? ജയിക്കണം, ജയിക്കണം. അങ്കിള് പറയുന്ന പോലെ മക്കള് ചെയ്യുമോ? ചെയ്യാം, ചെയ്യാം, ചെയ്യാം. പപ്പായെ വിളിച്ച് പറയില്ല പാസ്റ്ററെ? പറയില്ല മക്കളെ. അങ്കിള് പറയുന്ന പോലെ ചെയ്യാവോ? ചെയ്യാം. മോൻ്റെ റൂമിനകത്ത് നൂലോ എന്തെങ്കിലും കിടപ്പുണ്ടോ? ഇല്ല. എന്തെങ്കിലും വള്ളി എങ്ങനെ എന്തെങ്കിലും വയാറിൻ്റെ കഷ്ണം കിടപ്പുണ്ട്? വയാറിൻ്റെ. മോൻ അതിൽ ഒരു വയാറിൻ്റെ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് മോൻ്റെ മൊബൈൽ ഫോൺ കെട്ടണം, വയറിൻ്റെ അറ്റത്ത്. എന്നിട്ട് ബക്കറ്റിനകത്ത് വെള്ളം എടുത്തിട്ട് മൊബൈൽ അതിൽ മുക്കി പിടിക്കണം. അപ്പൊ അവൻ ചോദിച്ചു, കേടാകൂലേ? ആകും. അത് കേടാകും, നീ നന്നാകും. നിനക്കത് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിക്കാൻ അറിയത്തില്ലെങ്കിൽ ബക്കറ്റിൽ മുക്കി പിടിക്കുന്നതാണ് നല്ലത്. കാരണം നീ തെറ്റാ ഉപയോഗിച്ചാൽ അത് നിന്റെ ഉറുമാലായി മാറും. നിന്റെ കൃപ നഷ്ടപ്പെടുത്തും, നിന്റെ ദർശനം നഷ്ടപ്പെടുത്തും, നിന്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടുത്തും. ഈ അധികാരം ഒന്നും നിനക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വണ്ണം അത് നിന്നെ തകർത്തു കളയും.